ഹായ് ഹലോ ഞാൻ വെൽക്കം ടു കണത്തി ടാക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നോമ്പ് വാതിക്കെ എത്തിയിട്ടുണ്ട്. നാളെ മറ്റന്നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു റമദാൻ കാര്യം. അപ്പോൾ എല്ലാവരും നനച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. വീടൊക്കെ ഒന്നാകെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ടാവും. ജനലും വാതിലും റൂമുകളും കിച്ചണും അകവും പുറവും എല്ലാം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ നോമ്പിൽ നമ്മളുടെ ജോലികളെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സമയം പോകുന്നത് നമ്മുടെ കിച്ചൺ വൃത്തിയാക്കാനായിരിക്കും. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. എന്നാലും അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ എന്തായാലും ഒരു ദിവസം തന്നെ നമുക്ക് പോവും. ഈ നനച്ചു കുളിക്ക് മാത്രം പുറത്തെടുക്കുന്ന കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ ആക്കിയിട്ട് കഴുകിയിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യത്തെ നനച്ചുള്ളി നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. അപ്പോൾ അതിലങ്ങനെ പൊടിയൊന്നും പിടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ നല്ലോണം അരച്ച് കഴുകേണ്ടിയൊന്നും വരില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ തന്നെ മതിയാവും. ഇനി നോമ്പ് കാലത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവാൻ ചാൻസുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ അറിയുന്നതൊക്കെ തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവരും കൂടി അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കറി വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ വെക്കുക. എന്നിട്ട് തിളച്ചതിന് ശേഷം കൈയോടെ ഒരു പാത്രം എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുക. നമുക്ക് വേറൊരു ദിവസം യൂസ് ചെയ്യാം. നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് കേടുവരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൈയോടെ എടുത്ത് മാറ്റുക. എന്നിട്ട് ചൂടറിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുക. അപ്പോൾ അത്താഴത്തിന് ഇതുപോലെ ഉപ്പേരി മസ്റ്റായിട്ടുള്ളവരുണ്ട്. ഒന്നുകിൽ രാത്രി തന്നെ ഉപ്പേരി ചെയ്ത് വെക്കുക, എന്നിട്ട് രാവിലെ എണീറ്റിട്ട് അത്താഴത്തിന് എണീറ്റിട്ട് ചൂടാക്കുക. അല്ലെങ്കിൽ എല്ലാം അരിഞ്ഞ് നുറുക്കി റെഡിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നാൽ എണീറ്റ് പാടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുറേ സമയം അതിന് പോവില്ല. അതുപോലെ മീൻ, ചിക്കൻ, ബീഫ് ഇതൊക്കെ ചൂടോട് കൂടി വേണ്ടിയിട്ടുള്ളവരുണ്ടാവും. ഇത് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ രാത്രി ചെയ്ത് വെച്ചിട്ട് കിടക്കുകയാണ്. അതേ പാനിൽ തന്നെ വെച്ചാൽ മതി. ഇന്ന് രാവിലെ അത്താഴത്തിന് എണീറ്റതിന് ശേഷം ചൂടാക്കുക. അതുപോലെ നോമ്പ് തുറക്ക് നമുക്കിതുപോലെ പൊറോട്ട, ചപ്പാത്തി ഇതൊക്കെ പരത്തിയിട്ട് ഫ്രീസറിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് സൂക്ഷിക്കാം. ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് കേടുകൂടാണ്ട് കിട്ടും. പക്ഷേ പത്തിരി ഇങ്ങനെ ചെയ്യരുത്. അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ഇതുപോലത്തെ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, സമൂസാസ്, ഈ എണ്ണയിൽ പൊരിക്കുന്നതോ വേവിച്ചെടുക്കുന്നതോ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നിറച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഒരു 7-8 ദിവസം വരെയൊക്കെ ഇത് കേടുകൂടാണ്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോം മെയ്ഡ് സമൂസ ഷീറ്റിനേക്കാളും എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ളത് പുറത്തുനിന്ന് വാങ്ങുന്നത് തന്നെയാണ്. കാരണം നമുക്ക് കുറേ വേസ്റ്റേജ് വരും കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനേക്കാളൊക്കെ ബെറ്റർ കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. ഞാൻ ഫുഡിനെ കുറിച്ച് മാത്രമേ പറയണുള്ളൂ അല്ലേ. ഞാൻ മാത്രമല്ല, മിക്കവാറും റമദാൻ മാസം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സ് കോടിയെത്തി ഇത്ര ഫുഡുകളും മറ്റുമാണ്. അപ്പോൾ ഫുഡ് ഫെസ്റ്റിവലാണില്ല നമ്മുടെ റമദാൻ മാസം എന്നുള്ളത് ആരും മറക്കാണ്ടിരിക്കുക. അത് ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു മാസമാണ്. അതതിൻ്റെ എല്ലാ പവിത്രതയോടും കൂടിയിട്ട് അനുഷ്ഠിക്കാൻ നമുക്ക് ആദ്യം തൗഫീക്ക് തരട്ടെ. അപ്പോൾ അധികം നേരം അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കാണ്ടിരിക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ മെനു കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ഉമ്മയായാലും വൈഫി ആയാലും അവരും നിങ്ങളെപ്പോലെ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു മയത്തിലൊക്കെ കൊടുക്കുക. പിന്നെ ഇബാദത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം വീട്ടമ്മമാർക്ക് അനുഭവപ്പെടുന്നത് ഈ കത്തം തീർക്കുന്ന കാര്യത്തിലായിരിക്കും, മുസായിഫ് പോകുന്ന കാര്യത്തിൽ. അത് എൻ്റെ മാത്രമല്ല, കുട്ടി മക്കളുള്ള എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. നമ്മൾ മുസായിഫ് നിന്ന് എടുത്ത് ഇരിക്കുമ്പോഴായിരിക്കും ഒന്നുകിൽ കുട്ടികൾ ടോയ്ലറ്റിൽ നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ കരയുക. അങ്ങനെ മിക്കപ്പോഴും നമുക്ക് ഒരു കുറച്ച് സമയം കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നമ്മൾ മുസായിഫിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താവും, നോമ്പ് കഴിഞ്ഞ് പോവുകയും ചെയ്യും, നമ്മുടെ കത്തോട്ട് കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല. ഞാൻ ചെറിയ പിള്ളേരുള്ളവരുടെ കാര്യമായിട്ട് പറയണത്, വലിയ മുതിർന്ന പിള്ളേരുള്ളവരുടെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 2 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡ് 30 ദിവസമാണുള്ളത്. അത് ഓരോ ദിവസവും വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ 30 ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം 20 പേജ് ഓതുക. അതും ഒറ്റ ഇടുക്കിയിരുന്ന് കംപ്ലീറ്റ് ചെയ്യല്ല. ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷം 4 പേജ് വീതം ഓതുക. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ നിങ്ങളൊരു ഖത്തം എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ
നമുക്ക് കത്തം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ വേണം. അതില്ലാണ്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഒരു നേരം നമുക്കിപ്പോൾ ഓതാൻ പറ്റിയില്ല, ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഓതാൻ പറ്റിയില്ലെങ്കിലോ എക്സ്ട്രാ സമയം രാത്രി എടുത്തിട്ട് ഏറ്റവും അത് കംപ്ലീറ്റ് ചെയ്യുക. ഡെയിലി 20 എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം കിടക്കുക. പിന്നെ അതുപോലെ ഒഴിവായി പോകുന്ന ദിവസങ്ങളിൽ എക്സ്ട്രാ അതുപോലെ ഓതി തീർക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കും വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അവനവനക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള ബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം. ആ തോന്നൽ എപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്ത് തീർക്കാം. അപ്പോൾ ഈ പുണ്യമാസത്തിൽ പഠിച്ചവൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഫാമിലിക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും എന്നെ എൻ്റെ ഫാമിലിയും കൂടി ഉൾപ്പെടുത്തണേ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ.